ചിലര് ചിലപ്പോ ചോദിക്കും, എന്തിനാണ് സംവാദം, എന്തിനാണ് ഖണ്ഡന പ്രസംഗം, എന്തിനാണ് അതേ പരസ്പരം ഇങ്ങനെ? പരസ്പരം അങ്ങനെ ഇല്ലെങ്കിൽ പള്ളികൾ എന്താകും? പള്ളികളിൽ ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ പുതിയ ഒരു ഇസ്ലാമിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും അല്ലേ? അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട അതേ മുഹീദ്ദീൻ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? നിങ്ങൾക്കറിയില്ലേ? ടിപ്പു സുൽത്താൻ എ ക്ലാസ് സുന്നിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ നിർമ്മിക്കപ്പെട്ട പട്ടാളപ്പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു? ഞാനിങ്ങനെ നമ്മുടെ ജാഥയിൽ ഇങ്ങനെ വരുമ്പോ പാലപ്പറ്റ എത്തിയപ്പോ അവിടുത്തെ സ്വീകരണം കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. പാലപ്പറ്റയിലേക്ക് അതേ ഒതായിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് നീങ്ങാൻ വിടാത്തത് കൊണ്ട് അരീക്കോട് വെച്ച് പ്രസംഗിച്ച് തിരിച്ചു പോയ അനുഭവമുള്ളവനാണ് ഞാൻ. അവിടെ പാലപ്പറ്റ എത്തിയപ്പോൾ എന്തോ ഒരു സന്തോഷം. ഓ സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം ഇവിടെ സത്യം നിലനിർത്താൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആശയങ്ങൾ പറഞ്ഞ ജനങ്ങളെ പിഴപ്പിക്കുന്നവരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അതേ മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട്, മനുഷ്യരാരും പിഴച്ചു പോകരുത്, മനുഷ്യരാരെയും പിഴവിലേക്ക് കൊണ്ടുപോകാൻ വിടരുത്. അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അൽഹംദുലില്ലാഹ് പാലപ്പറ്റയിൽ ഇന്ന് കാണുന്ന, അരീക്കോട് കാണുന്ന, പരിസരങ്ങളിൽ കാണുന്ന, നിലമ്പൂരിൽ കാണുന്ന, ഈ മലപ്പുറം ജില്ലയുടെ പല സ്ഥലങ്ങളിലും കാണുന്ന എല്ലാ സന്തോഷങ്ങളും. അതേസമയത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഊർജിതമല്ലാത്ത ഒരു കാലത്ത് നമുക്കറിയാം, ഇതിന്റെ തൊട്ടടുത്ത് വാഴക്കാട്, അവിടെ മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അതേ അവിടെ ക്ലാസ് എടുത്തിട്ടില്ലേ? അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ അവിടെ ക്ലാസ് എടുത്തിട്ടില്ലേ? അതുപോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ അവിടെ ഓതിപ്പഠിച്ചിട്ടില്ലേ? അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാർ അവിടെ പ്രവർത്തിച്ച് മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന, വെറും മത നിയമങ്ങൾ മാത്രമല്ല, അതിന്റെ പുറമെ വേറെയും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ളവർ പഠിപ്പിച്ചിരുന്നു. ആ സ്ഥാപനം അതേ ദാറുൽ ഉലൂം ഇന്നെന്തേ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൈവശത്തിലില്ലാതെയായി പോയത്? അത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അന്ന് ഊർജിതമല്ലാത്തത് കൊണ്ടാണ്. ഇനി എന്തിനധികം പറയണം? നിങ്ങൾ നോക്കൂ, ഇവിടെ അതിഥി തൊഴിലാളികളായി വരുന്ന ആളുകൾ, ആ ആളുകളിൽ പലരുടെയും പേര് നല്ല സദഖത്തുള്ള, റഹ്മത്തുള്ള തുടങ്ങിയ പേരാണ്. പക്ഷേ അവരിൽ പലർക്കും ഫാത്തിഹ അറിയില്ല.